ഗൈസ് വെൽക്കം ബാക്ക് ടു ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഹോംലി ഫീൽ ഗാർഡൻസ് എന്ന ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് മുല്ലയുടെ വെറൈറ്റീസ് ആണിത്. ഞാനൊരു പേഴ്സണലി വലിയ മുല്ല പ്രേമിയാണ്. എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. എനിക്ക് ഒത്തിരി കാമിങ് ആണ്, കുറച്ച് മൈൻഡ്ഫുൾനെസ് കിട്ടാറുണ്ട്, ഭയങ്കര റിലാക്സ്ഡ് ആവാറുണ്ട്. അപ്പം ഞാൻ കരുതി എൻ്റെ ആ മുല്ലയുടെ കളക്ഷൻസ് കൂട്ടണം. ഇവിടെ എനിക്ക് കുടമുല്ലയുണ്ട്, വള്ളിമുല്ലയുണ്ട്, പിന്നെ കുറ്റുമുല്ല ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ ഈ അടുത്ത് ഞാൻ പിച്ചിയും വേറൊരു മുല്ലയും വാങ്ങിയായിരുന്നു. അതുകൂടാതെ ഇതുപോലെ ഞാൻ ഹോംലി ഫീൽ ഗാർഡൻസിൽ നിന്ന് ആഡ് ചെയ്തിരിക്കുന്ന 3 വെറൈറ്റി മുല്ലകളാണിത്. ഇത് നമ്മളിവിടെ കങ്കട എന്ന് പറയും. അതായത് ഇത് നമ്മളിവിടെ പണ്ട് സുലഭമായിട്ട് അവൈലബിൾ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഉള്ള വീടുകളിലൊന്നും കാണാറില്ല. ഇത് കുറ്റുമുല്ലയുടെ പോലത്തെ ഒരു വെറൈറ്റിയാണ്, നല്ല സ്മെല്ലുള്ള മുല്ലയാണ്. പിന്നെ ഒരു ബെൽ വെറൈറ്റിയും കൂടെ, അതായത് ഇങ്ങനെ സ്റ്റാർ പോലെ ഇരിക്കുന്ന ലീവ്സ് ഉള്ള വെറൈറ്റിയും കൂടിയാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ സോയിലാണ്. ഏത് സോയിലിൽ വെച്ചാലും മുല്ല കിളിർക്കും. അത് മുല്ലയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. മുല്ലേനെ സ്നേഹിക്കുന്നവർക്കറിയാം, എവിടെ കൊണ്ടിട്ടാലും കിളിർക്കും, കൂടെ നിർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. പക്ഷേ നിറഞ്ഞ പൂക്കൾ വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പം നല്ല ഇളക്കമുള്ള മണ്ണിലാണ് മുല്ല നന്നായിട്ട് വളരുക. ഇതിനകത്ത് ഞാൻ മണ്ണിൽ മിക്സ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിലാണ്. ഗാർഡൻ സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറമ്പിലൊക്കെ ഇലകളൊക്കെ കൂട്ടിയിട്ട് വെച്ചേക്കും. അത് ഞാനിങ്ങനെ കിളച്ച് ഇതുപോലെ ആവശ്യം വരുമ്പോൾ എടുക്കും കുറച്ച്. എന്നിട്ട് അതിനകത്തേക്ക് ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇത്രയൊക്കെ ഒരു ചെറിയ പ്രപ്പോർഷനിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയുള്ള മണ്ണായിട്ട് എടുക്കും. എന്നിട്ട് ആ മണ്ണാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതുപോലെ ഓൺലൈനിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് നിങ്ങൾ നഴ്സറിയിൽ നിന്നാണ് പ്ലാന്റ് വാങ്ങുന്നതെങ്കിലും അത് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ ചോടൊന്ന് ചെറുതായിട്ടെങ്കിലും വാഷ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ മെയിൻ വേരിനെ തട്ട് വരരുത്, എന്നാൽ അത് കരിഞ്ഞു പോകും. കാരണം ചിലപ്പോൾ ചില കേസിലൊക്കെ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ ഇതിനൊരു കവറിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കവറിങ് ഒന്ന് ചെറുതായിട്ട് മാറ്റി കൊടുക്കണം. എന്നാലേ ഉള്ളൂ അതിന് വേര് നന്നായിട്ട് ഓടത്തുള്ളൂ, എന്നാലേ ചെടി വേഗം പിടിച്ചു കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ സോയിലിനെ പറ്റി പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മുല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫുൾ സണ്ണിനെ ഒത്തിരി ഇഷ്ടമാണ്. അതായത് നല്ല വെയിലാണ് നിങ്ങളുടെ അവിടെ, തണലില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മുല്ല. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായാലും ഈ ഫ്ലവറിങ് സീസണിൽ നമ്മൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലാത്ത സമയത്ത് ആഴ്ച 2 തവണയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ മുല്ല ഹാപ്പി ആയിരിക്കും. ഇനി അതുപോലെ ഫ്ലവറിങ് സീസൺ കഴിഞ്ഞാൽ നന്നായിട്ട് പ്രൂൺ ചെയ്ത് വെട്ടി ഒതുക്കി നിർത്തണം മുല്ലേനെ. എന്നാലേ ഉള്ളൂ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് മുല്ലയ്ക്ക് ശ്രദ്ധ വേണ്ടത്. എന്നാൽ നമുക്ക് തിരിച്ചിഷ്ടം പോലെ ഒരുപാട് സ്നേഹം തിരിച്ചു തരുന്ന ഒരു ചെടിയാണ് മുല്ല. അതുപോലെ ഡിസീസിന്റെ കാര്യം ആലോചിച്ചാൽ നമ്മൾ ബാക്കിയുള്ള ചെടികളൊന്നും ആലോചിച്ച് നോക്കുക, വേഗം ഇൻസെക്ട് ബൈറ്റ് കിട്ടും, വേഗം പുഴു കുത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും ആൽഫിഡ്സ്, മൈറ്റ്സ്, അങ്ങനത്തെ ഇൻസെക്ട്സ് ഒക്കെ ഇതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ മുല്ലയ്ക്ക്, നമ്മുടെ തനത് വെറൈറ്റിക്ക് ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ ഇൻസെക്ട് അറ്റാക്ക് ഒന്നും വന്നിട്ട് നമ്മുടെ മുല്ല നശിച്ചു പോകത്തില്ല. അത് നമ്മുടെ ഒരു പ്ലസ് സൈഡാണ് മുല്ലയുടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ശുശ്രൂഷിക്കാനൊന്നും പറ്റത്തില്ല, അതിനുള്ള സമയമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുല്ല വാങ്ങിച്ചു വളർത്താം. അതിന് എത്ര പെട്ടെന്ന് കേടൊന്നും വരാൻ പോകുന്നില്ല. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ഫെർട്ടിലൈസിങ് മെയിനായിട്ടും വർഷത്തിൽ 2 തവണയാണ് മുല്ലയ്ക്ക് വേണ്ടത്. അത് NPK ഫെർട്ടിലൈസർ നമുക്ക് യൂസ് ചെയ്യാം. അത് ജനുവരിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജൂലൈയിൽ ഇട്ടാൽ മതിയായിരിക്കും. ഇനി അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കാം. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇട്ട് കൊടുക്കണം, കാരണം നമ്മളുടെ സോയിലിൻ്റെ തനത് ആയിട്ടുള്ള ഒരു വളക്കൂറുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിന് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് തന്നെ വേണം. ഒത്തിരി കെമിക്കൽ ഫെർട്ടിലൈസിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സോയിലിൻ്റെ തനതായിട്ടുള്ള ഒരു ഹ്യൂമിക് ആസിഡിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളക്കൂറ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 7 or 8 വെറൈറ്റി മുല്ലയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇനിയും ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഏതൊക്കെ ചെടികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ അതിനെപ്പറ്റി റെഫർ ചെയ്ത് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.